السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൽപ്പിച്ച കാര്യം തൗഹീദാണ്. ഖുർആനിൻ്റെ 1/3 എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് മുഴുവൻ തൗഹീദാണ്. സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദാണ്. സൂറത്തുൽ ഫാത്തിഹ തൗഹീദാണ്. ആയത്തുൽ കുർസി തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജനതയോട് ആദ്യമായി പറഞ്ഞത് തൗഹീദാണ്. തൻ്റെ സഹാബത്തിന് ആദ്യം പഠിപ്പിച്ചത് തൗഹീദാണ്. മുസ്ഹഫിലെ ആദ്യത്തെ കൽപ്പന തൗഹീദാണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ എടുത്താൽ അതിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയം തൗഹീദാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരാൾക്ക് മുസ്ലിമാകാൻ പോലും സാധിക്കുകയില്ല. ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗം തൗഹീദ്. ഈ വിഷയത്തിൽ അതിലാണ് സൂഫികൾക്ക് ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചിട്ടുള്ളത്. അതിലാണ് അവർ ഏറ്റവും വലിയ പിഴവ് ജനങ്ങൾക്കിടയിൽ കുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂഫികളുടെ വാദം അവരുടെ കിതാബുകളിൽ തന്നെ, സൂഫി ഗ്രന്ഥങ്ങളിൽ അർ-റിസാലത്തുൽ ഖുശൈരിയ്യ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടത് സുന്നികളുടെ സൂഫിസം എന്താണ് എന്ന് വിവരിക്കുന്നതിന് വേണ്ടിയാണ്. സൂഫി വാദങ്ങൾ, അതിൻ്റെ അപകടങ്ങൾ, അതിലെ കുഫർ, അതിലെ നിഷേധം കടുത്തു വന്നപ്പോൾ ഇല്ല, അതൊക്കെ കുറച്ച് അതിരുകവിഞ്ഞ സൂഫികളുടെ വാദമാണ്. സുന്നികളായ സൂഫികൾ അവരുടെ അഖീദ വിവരിക്കാൻ ഞങ്ങൾ എഴുതിയ കിതാബാണെന്ന പേരിൽ റിസാലത്തുൽ ഖുശൈരിയ്യ എന്ന ഗ്രന്ഥം. അതിൽ തൗഹീദിനെ കുറിച്ച് അബൂബക്കർ ശിബ്ലി അദ്ദേഹം പറയാം, മൻ അജാബക അനി തൗഹീദ് ബിൽ ഇബാറതി ഫഹുവ മുൽഹിദ്. ആരെങ്കിലും തൗഹീദ് എന്താണ് എന്ന് വാക്കുകൾ കൊണ്ട് വിവരിച്ചു തന്നാൽ അവൻ നിഷേധിയാണ്. നീ ഒരാൾ തൗഹീദ് എന്താണെന്ന് ചോദിച്ചിട്ട് അയാൾ തൗഹീദ് നിനക്ക് വാക്കുകൊണ്ട് പറഞ്ഞു തന്നാൽ അവൻ നിഷേധിയാണ്. വമൻ അശാറ ഇലൈക ഫഹുവ സനവി. ആരെങ്കിലും തൗഹീദ് നിനക്ക് ചൂണ്ടിക്കാണിച്ചു തന്നാൽ അവൻ വിഗ്രഹാരാധകനാണ്. വമൻ ഔമഅ ഇലൈക ഫഹുവ ആബിദു വസൻ. നിനക്ക് ആരെങ്കിലും തൗഹീദിലേക്ക് സൂചന തന്നാൽ അവൻ വിഗ്രഹത്തെ ആരാധിക്കുന്നവനാണ്. അതാണ് അവരുടെ തൗഹീദ്. വമൻ നതഖ ബിഹി ഫഹുവ ഗാഫിൽ. ആരെങ്കിലും തൗഹീദിനെ കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ അവൻ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ്. വമൻ സകത അൻഹു ഫഹുവ ജാഹിൽ. ഒന്നും മിണ്ടാതിരിക്കാതെ വിചാരിച്ചാലോ, അങ്ങനെയാണെങ്കിൽ അവൻ ജാഹിലാണ്. ഒന്നും നടക്കില്ല, പറയാൻ പാടില്ല, ചൂണ്ടാൻ പാടില്ല, സൂചന പറയാൻ പാടില്ല, മിണ്ടാതിരിക്കാനും പാടില്ല. വമൻ തവഹമ അന്നഹു വാസിലുൻ ഫലൈസ ബിഹാസിൽ. ആരെങ്കിലും വിചാരിക്കുന്ന എനിക്ക് തൗഹീദ് ഉണ്ട് എന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അവന് തൗഹീദ് ഒട്ട് ഇല്ലെന്നാണ്. സൂഫികൾ സുന്നികളുടെ സൂഫിസം എന്ന് പറഞ്ഞുകൊണ്ട് വിവരിച്ചെഴുതിയ അവരുടെ ദസ്തൂർ എന്ന് പറയാവുന്ന കിതാബാണ് അർ-റിസാലത്തുൽ ഖുശൈരിയ്യ. അപ്പൊ നിങ്ങൾ പറഞ്ഞേക്കാം, ഇതൊക്കെ അറബി കിതാബിലുള്ളതല്ലേ, നമ്മളെ നാട്ടിൽ ആരെങ്കിലും ഇതൊക്കെ പറയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തരീഖത്തുകാരോട് തൗഹീദിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല, കുറേ കഴിയണം. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയുന്ന കാര്യമല്ല എന്നത് സൂഫികളുടെയും തരീഖത്തുകാരുടെയും സ്ഥിരം വാദമാണ്. അതുകൊണ്ടാണ് ഖാസിമിയെ പോലെയുള്ള ആളുകൾ അവരുടെ പ്രസംഗം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ സിറാണ് മക്കളെ, സിറാണ്. എന്താ ഈ സിർ എന്ന് പറഞ്ഞ രഹസ്യമാണ്. എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ കണ്ട മനുഷ്യരുടെ കയ്യിലെല്ലാം ഖുർആനുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുണ്ട്. എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഇതാ സൗകര്യപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറയണത് സിറാണ് മക്കളെ, രഹസ്യമാണ്. മാത്രമല്ല ഇടക്കിടക്ക് ഇയാൾ പറയും
അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ പറയും നമുക്കതൊന്നും മനസ്സിലാവൂല. നോക്കൂ, നിങ്ങൾ പറയുന്നു നോക്കൂ, ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ല എന്ന് പറയുന്നു നോക്കൂ. മഹാന്മാരായ ആരിഫ്യങ്ങളോട് പറഞ്ഞിട്ടുള്ള ലോകത്തെ സിറായ ഇൽമാണ്. ചില ഇൽമുകൾ രഹസ്യമാണ്. അതെന്താണ്? അത് പൊതു സദസ്സിൽ പറയാനുള്ളതല്ല. പിന്നെ ഇതൊരു പൊതു സദസ്സുമല്ല. 10-12 കൊല്ലമായി നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു തെർബിയത്തിൻ്റെ സദസ്സാണ്. ഇത് കേവലം ഒരു പൊതു സദസ്സല്ല എന്നതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇത് പൊതു സദസ്സിൽ പറയുന്ന ഇൽമ പോലുമല്ല. ഇത് ഖാസായ ഇൽമാണ്. ആരിഫ്യങ്ങൾ അവരുടെ മുരീദന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇൽമാണ്, രഹസ്യം. അവർക്കൊരു കാരണവശാലും റസൂലാണ് മഹബത്ത് കുറയൂല, എന്തല്ലാതെ കൂടല്ലാതെ. രഹസ്യമായ ഇൽമാണ്. കേട്ടില്ലേ നിങ്ങൾ? ഇത് പലയിടത്തും ആവർത്തിക്കുന്ന വാക്കാണ്. പല പ്രസംഗവും ആരംഭിക്കുന്നത് തന്നെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ സിറാണ്. ആരെ സിറാണ്? അള്ളാഹുവിന്റെ സിറാണ്. അള്ളാഹു അതിനേക്കാൾ വലിയ സിറാണ്. എല്ലാം സിറല്ല. സിർ എന്ന് പറഞ്ഞാൽ രഹസ്യം. അള്ളാഹുവിന്റെ ദീൻ തൗഹീദ് എന്നാൽ വിവരിക്കാൻ കഴിയുന്ന കാര്യമല്ല, പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നത് സൂഫികൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ കാര്യം. അത് അത് പലയിടത്തും ഈ പറഞ്ഞ കാര്യം പറയുന്നത് കാണാം. സൂഫി കിതാബുകളുണ്ട്. നോക്കൂ സഹോദര, ചില ഉലമാക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. തൗഹീദ് എന്നത് പറഞ്ഞു വിവരിക്കാൻ കഴിയില്ല, ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഇജ്മാ പ്രകാരം കാഫറാണ് എന്ന് പല രേഖപ്പെടുത്തിയതായി കാണാം. ഞാൻ കാസിമിനെ കാഫർ എന്ന് പറയുന്നു അങ്ങനെ പറയണ്ട. ഇങ്ങനെ പറഞ്ഞാൽ അത് കാഫറാണ്, കുഫറായ വാദമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഗൗരവപ്പെട്ട വിഷയമാണിത്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് തൗഹീദ് പറയുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചത് തൗഹീദ് പറയുന്നതിന് വേണ്ടിയാണ്. അല്ല, സർവ്വ നബിമാരെയും നിയോഗിച്ചത് തൗഹീദ് പറയുന്നതിന് വേണ്ടിയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. ഖുർആനിലെ ആയത്താണ് ഈ പറയുന്നത്. നാം എല്ലാ ഉമ്മത്തിലേക്കും റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞു കൊടുത്തത് തൗഹീദാണല്ലോ. ആ തൗഹീദ് എന്താണ്? അൻ അഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബു ത്വാഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. എത്ര ലളിതമായ കാര്യമാണത്! അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ കയറി നിന്ന് വിളിച്ചു പറയുന്നു, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണേ, നിങ്ങൾക്ക് വിജയിക്കാം. അപ്പൊ സഹാബികൾ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കുന്നില്ല, ഇതെന്തൊരു രഹസ്യമാണെന്ന് അവരാരെങ്കിലും പറഞ്ഞോ? അവർക്ക് മനസ്സിലായി തൗഹീദ് എന്താണ് എന്നവർക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. ഈ പറഞ്ഞ ആയത്തിലൊക്കെ അള്ളാഹു തൗഹീദ് പഠിക്കാൻ പറയാൻ, തൗഹീദ് മനസ്സിലാക്കാൻ പറയാൻ. വിശുദ്ധ ഖുർആൻ ഇതിനു വേണ്ടിയാണ് അവതരിപ്പിച്ചത്, നബിമാരെ പറഞ്ഞയച്ചത്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചയിക്കപ്പെട്ടത് തൗഹീദിനു വേണ്ടിയാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാലും സൂഫികൾ പറയുന്നത് തൗഹീദ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നല്ല, അവർക്ക് മനസ്സിലാവില്ല എന്നാണ്. ചില ആളുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചു തൗഹീദ് 3 തരത്തിലുണ്ട്. ഒന്ന് തൗഹീദുൽ ആമ്മ, പൊതുജനങ്ങളുടെ തൗഹീദ്, അതായത് നമ്മൾക്കൊക്കെ അറിയുന്ന തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൽ. രണ്ടാമത്തേത് തൗഹീദുൽ ഖാസ്സ, രണ്ടാമത്തേത് പ്രത്യേകക്കാരായ ചില ആളുകൾക്ക് മാത്രം അറിയുന്ന തൗഹീദാണ്. അതെല്ലാവർക്കും മനസ്സിലാവൂല. അത് ഷെയ്ഖിനും മുരീദിനും ഒക്കെ തിരിയുന്ന തൗഹീദാണ്. ഹഖീഖത്ത് എന്താണെന്ന്, യാഥാർത്ഥ്യം എന്താണെന്ന്, പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് തിരിഞ്ഞവർക്ക് മാത്രം മനസ്സിലാകുന്നത്. ഇനി മൂന്നാമതൊരു തൗഹീദുണ്ട്. അതേതാ? തൗഹീദു ഖാസ്സത്തിൽ ഖാസ്സ, പ്രത്യേകമായ ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ചില ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഖാസിമി ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നത് കാണാം, നിസ്കാരം അത് എന്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്, അതിന്റെ സിർ എന്താണ്, അതിന്റെ രഹസ്യം എന്താണെന്ന് 100 കോടി ആളുകളിൽ 100 ആൾക്ക് മനസ്സിലായാലായി.
100 കോടി ആൾക്കാരുടെ ഇടയിൽ 100 ആൾക്കാർക്കെങ്കിലും മനസ്സിലായാൽ മനസ്സിലായി. ഏത് നിസ്കാരം അതെന്തിനു വേണ്ടിയാണ്? പിന്നെ എന്തിനു കണ്ട ആളുകൾ നിസ്കരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറയായ തൗഹീദ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു കാര്യമാണ് എന്ന ഈ വാദം ജനങ്ങളെ തൗഹീദിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തൗഹീദ് വിവരിച്ചത് നോക്കൂ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അല്ലാഹു പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ച് ദുആ ചെയ്യുകയാണെങ്കിൽ, ലാ യസ്മഉ ദുആഅകും, അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, അവർ പ്രാർത്ഥന കേട്ടാൽ, നിങ്ങളുടെ വിളി കേട്ടാൽ പോലും നിങ്ങൾക്ക് അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, തൗഹീദിന് വിരുദ്ധമായി നിങ്ങൾ ഈ നടത്തിയ കാര്യം, മരിച്ചവരോട്, വിഗ്രഹങ്ങളോട്, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാത്തവരോട്, നിങ്ങളുടെ സഹായനേട്ടങ്ങൾ കേൾക്കാത്തവരോട്, നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരോട് നിങ്ങൾ തേടിയ ഈ തേട്ടങ്ങൾ ഉണ്ടല്ലോ, അത് ശിർക്കാണ്. അള്ളാഹു പറയാൻ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയാൻ വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഖബീറായ അള്ളാഹുവിനെ പോലെ നിനക്ക് ഇത്ര വ്യക്തമായി കാര്യം പറഞ്ഞു നൽകാൻ യാതൊരാളും തന്നെ ഇല്ല. കണ്ടില്ലേ, ഇത്ര വ്യക്തമായി അള്ളാഹു തൗഹീദ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ തൗഹീദിനെ നിസ്സാരപ്പെടുത്തുക എന്ന്, അതിന്റെ ഗൗരവത്തെ ജനമനസ്സുകളിൽ നിന്ന് ഇല്ലാതെയാക്കുക എന്ന്, അത് സൂഫികൾ എമ്പാടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും ജനങ്ങളെ ഇന്ന് അകറ്റണം. അതുകൊണ്ടാണ് അള്ളാഹനെ മാത്രം വിളിച്ച് ദുആ ചെയ്യൂ എന്ന് ഒരു സ്ഥലത്ത് പ്രസംഗം വെച്ച് നോക്കൂ, അപ്പൊ ഇവർ മറുപടി ആയിട്ട് വരും. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പറഞ്ഞാൽ ഹാലിളകാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. അള്ളാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രമായി പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ അവരുടെ ഹൃദയങ്ങൾ കോപം കൊണ്ട് വിറക്കുന്നതാണ്. അള്ളാഹുവിന് പുറമെയുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാകും. ഇത്തരം ആളുകളുടെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാൽ അള്ളാഹിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലാണ് സൃഷ്ടികളെ കുറിച്ചുള്ള വർത്തമാനം. അവരോട് സഹായം തേടുക, അവരെ തവക്കുലാക്കുക, അവരെ വരമേൽപ്പിക്കുക, അവരെ മഹത്വം. എന്തിനധികം ഈ അടുത്ത് അവസാനം പറഞ്ഞ് ഖാസിമി തന്റെ ഒരു വലിയ ഗവേഷണം പുറത്തു പറയാൻ. ഇത്രയും കാലമായി മുസ്ലിമീങ്ങൾ ബദർ യുദ്ധത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത് ശരിയല്ല. ബദർ യുദ്ധത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുതിയ ഗവേഷണം നിങ്ങൾ കേട്ടു നോക്കൂ. ബദർ യുദ്ധത്തെ മനസ്സിലാക്കിയെടുത്ത് മുസ്ലിങ്ങൾക്ക് പിഴവ് പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പിഴവാണത്, ചെറിയ പിഴവല്ല. പ്രഭാഷണങ്ങളെല്ലാം തൗഹീദും ശിർക്കും ഏറ്റുമുട്ടിയെന്ന ഒരു ലോക ചരിത്രത്തിൽ തൗഹീദ് ശിർക്കുമായി വാളുകൊണ്ട് ഏറ്റുമുട്ടിയ ചരിത്രമില്ല. തെറ്റാണ് വ്യാഖ്യാനം. തൗഹീദും ശിർക്കും ഏറ്റുമുട്ടൂല. ബദർ യുദ്ധത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ബദർ യുദ്ധം തൗഹീദിന് വേണ്ടിയല്ല, ശിർക്കിനെതിരെയുള്ള പോരാട്ടമല്ല എന്നാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾക്ക് ഘടകവിരുദ്ധമാണ്. ഖുർആൻ ഒരു തവണ ഓതിയ ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് മുശ്രിക്കീങ്ങളെ നോക്കുകയാണ്. മുശ്രിക്കുകളുടെ സൈന്യത്തെ അവിടുന്ന് കണ്ടവര് ഏതാണ്ട് 1000 വരുന്ന ആളുകളുണ്ട്. സഹാബികൾ 300-ൽ പരം വരുന്ന ആളുകളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി ഉദ്ധരിച്ച, മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളിൽ കാണില്ലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് തന്റെ കൈ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ആ ദുആയിൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം നൽകിയ സഹായം നീ എനിക്കിതാ ഇപ്പോൾ പൂർത്തീകരിച്ച് നൽകണമേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുവേ നിന്റെ വാഗ്ദാനം നീ എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ
اللهم إن تهلك هذه العصابة من أهل الإسلام لا تعبد في الأرض أبدا. അള്ളാഹുവേ, ഈ കൊച്ചു സംഘത്തെ നീ എങ്ങാനും ഇവിടെ നശിപ്പിച്ചാൽ, ഈ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തിയാൽ, മുസ്ലിമീങ്ങളെങ്ങാനും ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ സംഭവിച്ചാൽ ലാ തുഅബദു ഫിൽ അർദി അബദാ, അല്ലാഹുവേ നീ ഈ ഭൂമിയിൽ പിന്നീട് ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല. എന്തിനു വേണ്ടിയാ ബദർ നടന്നത്? തൗഹീദിനു വേണ്ടിയാണ്. അല്ലാഹു മാത്രം ഇബാദത്ത് ചെയ്യപ്പെടുക എന്ന കാര്യം അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് തൗഹീദ് നടന്നത്, ബദർ യുദ്ധം നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ യുദ്ധങ്ങളെല്ലാം അതിനു വേണ്ടിയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൽ യഹൂദരുടെ കോട്ട ഉപരോധിച്ചുകൊണ്ട് ഖൈബറിലെ കോട്ടയ്ക്ക് പുറത്ത് നിൽക്കുകയാണ്. മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പമുണ്ട്. അങ്ങനെ ഒരു മാസമോ മറ്റോ പിന്നിട്ടപ്പോൾ ഈ ഉപരോധം മുന്നോട്ട് നീങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിതാ നാളെ ഒരാളെ ഈ യുദ്ധത്തിന്റെ നേതൃത്വം ഏൽപ്പിക്കുന്നതാണ്, ഈ പതാക ഏൽപ്പിക്കുന്നതാണ്. അലി ഇബ്നു അബീ താലിബിനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പതാക ഏൽപ്പിച്ചത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അലിയോട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഉൻഫുദ് അലാ റിസ്ലിക് ഹത്താ തൻസില ബിസാഹതിഹിം സുമ്മ ദുഉഹും ഇലൽ ഇസ്ലാം. അല്ലയോ അലി, അവരോട് യുദ്ധത്തിന് പോയാൽ നീ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അല്ലെ, യുദ്ധത്തിന് വേണ്ടിയാണ്, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. കഴിഞ്ഞില്ല, വഅഖ്ബിർഹും ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി ഫീഹ്, അല്ലാഹുവിനോടുള്ള അവരുടെ ബാധ്യതകൾ എന്താണെന്ന് നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണിത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ഖാസിമി പുതിയ ഗവേഷണമായി പറയാൻ, തൗഹീദിനു വേണ്ടിയാണ് യുദ്ധമുണ്ടായത്, വിവരക്കേടാണത് എന്നാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളാണിത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റജുലുൻ യുഖാതിലു ലിൽ മഗ്നമി വറജുലുൻ യുഖാതിലു ലിദ്ദിക്രി വറജുലുൻ യുഖാതിലു ലിയുറാ മകാനുഹു. ഒരു മനുഷ്യൻ അവൻ ഗനീമത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു, വേറെ ഒരാൾ യുദ്ധം ചെയ്യുന്നത് ചരിത്രത്തിൽ അവനെക്കുറിച്ച് പറയപ്പെടാൻ വേണ്ടിയാണ്, മറ്റൊരാൾ യുദ്ധം ചെയ്യുന്നത് അവന്റെ സ്ഥാനം അറിയപ്പെടുന്നതിന് വേണ്ടി, വലിയ പോരാളിയാണെന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഫമൻ ഫീ സബീലില്ലാഹ്, ഈ പറഞ്ഞവരിൽ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ ഫഹുവ ഫീ സബീലില്ലാഹ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. എന്തിനാ യുദ്ധം? മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അല്ലാഹുവിന്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉന്നതമാകുന്നതിനു വേണ്ടി, അതിന്റെ വിജയത്തിനു വേണ്ടി ആരാണോ യുദ്ധം ചെയ്യുന്നത് അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത്. ഖാസിം പറയും, എന്താ നോക്കണം നിങ്ങൾ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ അടിത്തറയായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ എഴുതി വെച്ചതായിരിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലും അള്ളാഹു അനുവദിച്ച് നൽകിയത് ഈ തൗഹീദിനു വേണ്ടിയാണ്. യുദ്ധം ഒരു മനുഷ്യനെ വധിക്കാൻ, ഒരു മനുഷ്യനോട് പോരാടാൻ യുദ്ധം അള്ളാഹു അനുവദിച്ച് നൽകിയിരിക്കുന്നത് തൗഹീദിനു വേണ്ടിയാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റപ്പെടുക എന്നതിനു വേണ്ടിയാണ്. അള്ളാഹു യഥാരൂപത്തിൽ ആരാധിക്കപ്പെടുന്നതിനു വേണ്ടിയാണ്. അങ്ങനെ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട തൗഹീദിനെ കുറിച്ച് ഖാസിമി പറയുന്നത് അല്ല, തൗഹീദിനു വേണ്ടിയല്ല, ബദർ യുദ്ധം നടന്നത് തൗഹീദിനു വേണ്ടിയല്ല എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, തൗഹീദിനെ ഇപ്രകാരം നിസ്സാരപ്പെടുത്തുക എന്നത് ഇസ്ലാമിന്റെ വഴിയല്ല, നബിയുടെ വഴിയല്ല, സഹാബത്തിന്റെ മാർഗവും അതല്ല. തൗഹീദിനെ നിസ്സാരപ്പെടുത്തുന്ന ഈ വടി സൂഫിസത്തിന്റെ പിഴവുകളിൽ നിന്ന് കയറിക്കൂടിയതാണ് എന്ന് സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്.